Hello all, welcome to XandY Learning. നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് സീരീസിലെ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. വർക്ക് എനർജി പവറാണ്. അപ്പോൾ ഇത് റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എനിക്ക് തോന്നുന്നു പല കുട്ടികൾക്കും ബുദ്ധിമുട്ട് വേവ് മോഷനും കറണ്ട് ഇലക്ട്രിസിറ്റിയും ഒക്കെ കൺഫ്യൂസിങ് ആണെന്ന് പറയാറുണ്ട്. പക്ഷേ വർക്ക് എനർജി പവർ എല്ലാവർക്കും ഏകദേശം എന്താണ് സെറ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അതിലെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. കറക്റ്റ് ദ മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ മോഡിഫൈയിങ് ദി അണ്ടർലൈൻഡ് വേർഡ്സ്. വർക്കിനെ പറ്റിയും എനർജിയെ പറ്റിയും അതുപോലെ എന്താണ് പവർ എന്നൊക്കെ പഠിപ്പിച്ച് തരുന്ന ചാപ്റ്ററാണ്. അതിൽ ഒന്നാമത്തെ സെൻറ്റൻസ് നിങ്ങൾ വായിച്ചു നോക്കുക. ഇൻ ആൻ ഇലക്ട്രിക് ജനറേറ്റർ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മാഗ്നറ്റിക് എനർജി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ അണ്ടർലൈൻഡ് വേർഡ് നോക്കിയിട്ട് അതിൽ തെറ്റാണെങ്കിൽ പറയണം. ജനറേറ്ററിൽ എന്താ സംഭവിക്കുന്നത്? ജനറേറ്ററിൽ വേറൊന്നുമല്ല, മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുകയാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. ഓക്കെ, അല്ലാതെ മാഗ്നറ്റിക് എനർജി അല്ല, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. The energy possessed by a body by virtue of its strain is called kinetic energy. ആണോ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മോഷൻ കാരണമുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. സ്ട്രെയിൻ കാരണം അല്ലെങ്കിൽ പൊസിഷൻ കാരണം ഹൈറ്റ് കാരണമൊക്കെ ഉള്ളത് ഏതാണ്? അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, ആ രണ്ട് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം. എ സ്റ്റോൺ ഓഫ് മാസ് 50 gram 0.05 kilogram ഈസ് സിറ്റുവേറ്റഡ് ഓൺ എ ടെറസ് അറ്റ് എ ഹൈറ്റ് 10 meter ഫ്രം ദ ഗ്രൗണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 meter per second square ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് എനർജി ഈസ് പൊസസ്ഡ് ബൈ ദ സ്റ്റോൺ? കാൽക്കുലേറ്റ് ദി എനർജി. സിമ്പിൾ അല്ലേ? ഏത് ടൈപ്പാണ് ഇവിടെ പൊസസ് ചെയ്യുന്നത്? ഓപ്ഷൻ എയുടെ ആൻസർ എന്താണ്? അപ്പം ഓപ്ഷൻ എയിൽ നമ്മളൊരു ഹൈറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളത് ഏതാണ്? അവിടെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഉള്ളത്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? MgH എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. അതിൽ മാസ് എത്രയാണ്? SI യൂണിറ്റിൽ മാസ് 0.05 kilogram ആണ്. മൾട്ടിപ്ലൈഡ് ബൈ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണ്? അത് 10 meter ആണ്. അപ്പോൾ 100 × 0.05 എന്ന് വരും ആൻസർ. അപ്പോൾ എത്ര വരും? 5 ജൂളാണ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ എന്ത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. വാട്ട് ഈസ് ദി എനർജി ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് വെൻ ഇറ്റ് ഈസ് ഫോളിംഗ് ഡൗൺ? ഇത് വീഴുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യനാണ്. ഒരു ഹൈറ്റിൽ വെച്ച ഒബ്ജക്റ്റ് താഴേക്ക് വീഴുമ്പോൾ എന്താണ് സംഭവിക്കുക? അതിൻ്റെ എനർജി ഒരു ഫോമിൽ നിന്ന് അടുത്ത ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലേ? പൊട്ടൻഷ്യൽ എനർജി എന്താകും? കൈനറ്റിക് എനർജി ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താ? പൊട്ടൻഷ്യൽ എനർജി വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. ബി പാർട്ട് നോക്കാം. ഇനി സി പാർട്ട് നോക്കാം. സി പാർട്ട്, വാട്ട് വുഡ് ബി ദ കൈനറ്റിക് എനർജി ഓഫ് ദ സ്റ്റോൺ ജസ്റ്റ് ബിഫോർ ഇറ്റ് ടച്ചസ് ദ ഗ്രൗണ്ട്? അടുത്ത ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാ MgH ആണ് ഇക്വേഷൻ. H എന്താ? ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ്. അപ്പോൾ ഗ്രൗണ്ടിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? H 0 അല്ലേ അവിടെ? ഗ്രൗണ്ടിൽ എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഇല്ല, 0. അപ്പോൾ ഗ്രൗണ്ടിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 0 ആണ്. എന്ന് വെച്ചാൽ 5 ജൂൾ പൊട്ടൻഷ്യൽ എനർജി ഉള്ള ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വന്ന് നമ്മുടെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപ് ഓൾമോസ്റ്റ് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡ് ഉണ്ടായിരിക്കും അത് അല്ലേ? എന്ന് വെച്ചാൽ നല്ല കൈനറ്റിക് എനർജി ഉണ്ട് അതിന്. അപ്പോൾ അത് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? താഴെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 0. അപ്പം മേലെ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി മുഴുവൻ എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. സോ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ്. എന്തായിട്ട് മാറി? കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും താഴെ എത്തുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിലുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി മൊത്തം എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്തത്. മനസ്സിലായല്ലോ? സിമ്പിളല്ല. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കണേ. ഇനി ഇതുപോലെ തന്നെ ഇടയ്ക്ക് പല ചോദ്യങ്ങൾ വരാറുണ്ട്. അത് കൃത്യം ഹാഫ് ദൂരത്തിൽ നിൽക്കുമ്പോൾ, ഹാഫ് ദി ഹൈറ്റിൽ നിൽക്കുമ്പോൾ, പകുതി ഉയരത്തിൽ നിൽക്കുമ്പോൾ എത്രയാണ് കൈനറ്റിക് എനർജി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആ ചോദ്യം വരുന്നുണ്ട്. ഓക്കെ, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഗിവ് റീസൺ. എ മാൻ സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. വെറുതെ ലോഡും വെച്ച് ഇങ്ങനെ ഒരാൾ നിൽക്കുന്നു. രണ്ടാമത്തത്, എ മാൻ ക്ലൈംബിങ് എ ലാഡർ വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. ലോഡ് വെച്ചിട്ട് നമ്മളൊരു ലാഡർ ക്ലൈംബ് ചെയ്യാണ്. മൂന്നാമത്തത്, എ ബോയ് ഈസ് പുഷിങ് എ വാൾ. നാലാമത്തത്, 2 persons പുഷിങ് എ ടേബിൾ ഫ്രം ദി ഓപ്പോസിറ്റ് സൈഡ്സ് വിത്ത് ഈക്വൽ ഫോഴ്സസ്. ഇതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട്? അപ്പോൾ ഇതെല്ലാം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിലെല്ലാം വർക്ക് ഡണ്ണുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഒരു ലോഡ് കൊണ്ട് ഒരാൾ നടക്കുമ്പോഴോ കയറുമ്പോഴോ ഒക്കെ വർക്കിൻ്റെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ വെറുതെ നിന്നിട്ട് കാര്യമില്ല, വർക്കില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. രണ്ടാമത്തത് ഓക്കെയാണ്, അതിലൊരു ഫോഴ്സൊക്കെ കൊടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ്, അവിടെ വർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. ഇവിടെ വർക്ക് 0 ആണ്. രണ്ടാമത്തേതിലെ വർക്ക് എന്ന് പറയുന്നത് അത് 0 അല്ല, നോൺ 0 വർക്കാണ്.
ഒരു മതിൽ നമ്മൾ വെറുതെ പുഷ് ചെയ്തിട്ട് കാര്യമില്ല, മതിൽ എന്തുണ്ടാവില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടുത്തെ വർക്കും 0 ആണ്. ലാസ്റ്റ് വണ്ണോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഒരു ടേബിളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യുന്നു, അപ്പോഴും അവിടെ എന്തില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. അതുകൊണ്ട് അവിടുത്തെ വർക്കും 0. അപ്പോൾ ഇതിലെ ആൻസർ വളരെ ക്ലിയർ ആണ്. ഓഡ് വൺ ഔട്ട്. അപ്പോൾ ഏതാ? ബി ഈസ് ദി ഓഡ് വൺ ഔട്ട്. ബി ആണെന്ത്? ഓഡ് വൺ ഔട്ട്. അതിൻ്റെ കാരണം എന്താ? അതിൽ മാത്രമാണ് വർക്ക് നോൺ 0 ആയിട്ടുള്ളത്. ബാക്കി 3 സെൻറ്റൻസിലും വർക്ക് എന്താണ്? 0 ആണ്. നെക്സ്റ്റ് വൺ. Persons A and B lifts 5 bricks each of 2 kg to the terrace of a building of height 9 meter. The details are listed in the table. അപ്പോൾ നോക്കുക, 2 ആളുകൾ സെയിം വലിപ്പമുള്ള 5 ബ്രിക്കുകൾ, 2 കിലോഗ്രാം വീതം മാസുള്ള 5 ബ്രിക്കുകൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 9 മീറ്ററാണ് ഹൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയം, അതിന് വേണ്ടി എടുത്ത സമയം തന്നിട്ടുണ്ട്. നമ്മളോട് ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞത് കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ ബൈ ദം. അപ്പോൾ 2 ആളും ചെയ്ത വർക്ക് സെയിം ആയിരിക്കും ഇവിടെ, കാരണം 2 ആളും ഒരേ പണിയാണ് എടുത്തിട്ടുള്ളത്. 5 ബ്രിക്കുകൾ 2 കിലോഗ്രാം ഉള്ളത് 9 മീറ്റർ ഹൈറ്റിൽ എത്തിച്ചു. എത്രയാണ് വർക്ക്? അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ലിസ്റ്റ് മേലേക്ക് കൊണ്ടുപോകാൻ വേണ്ട വർക്ക് എത്രയാണ്? ഈ ചാപ്റ്ററിൽ നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വർക്കിൻ്റെ ഇക്വേഷൻ എന്താ? ഇൻ ജനറൽ വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്കിൻ്റെ ഇക്വേഷൻ. ഇവിടുത്തെ മുകളിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുപോകുന്ന സമയത്തുള്ള ഫോഴ്സ് ഏതാ? അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg താഴേക്കുണ്ട്. അതിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ mg എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ കൈകൊണ്ട് കൊടുത്താലേ ഈ ഒബ്ജക്റ്റ് മുകളിലേക്ക് പോവുള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ വർക്ക് കണ്ടുപിടിക്കുക? ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. mg ആണ് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരായിട്ടാണ് കൊടുക്കേണ്ടത്. അത് mg ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ അതിന് കിട്ടുന്ന ഹൈറ്റ് ആണ് എന്ത്? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. mgh ഉപയോഗിച്ചിട്ടുണ്ട്. മാസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു ബ്രിക്കിൻ്റെ മാസ് 2 കിലോഗ്രാം. അങ്ങനത്തെ 5 ബ്രിക്ക് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 5 × 2 മൾട്ടിപ്ലൈഡ് ബൈ ജി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 10 ആക്കി എടുക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ജി 10 ആക്കി എടുക്കാം. ഹൈറ്റ് 9 മീറ്റർ ആണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്, അത് 9 ആക്കിയിട്ട് എടുക്കാം. സോ ആൻസർ അപ്പോൾ എത്ര വരും? ആൻസർ 900 ജൂളാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ട വർക്ക്. 2 ആളും 900 ജൂൾ തന്നെയാണ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ബി പാർട്ടിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് എ ഇൻ കിലോ വാട്ട്. എയുടെ പവർ കണ്ടുപിടിക്കണം. എങ്ങനെ പവർ കണ്ടുപിടിക്കുക? പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി വർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 900 ജൂളാണ്. ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? എ മുകളിലേക്ക് ഇത് കൊണ്ടുപോകാൻ എടുത്ത സമയം 30 സെക്കൻഡാണ്. SI യൂണിറ്റ് ആണ്. സോ 30 സെക്കൻഡ്. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? 900/30 എത്രയാണ്? അത് 30 വാട്ട്സ് ആണ്. പക്ഷേ ഇതല്ല കറക്റ്റ് ആൻസർ. കിലോ വാട്ടിൽ ആൻസർ ചെയ്യണം. വാട്ടിനെ എങ്ങനെ കിലോ വാട്ടാക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 1000 വാട്ട് 1 കിലോ വാട്ടാണ്. 1000 വാട്ടിനെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അത് കിലോ വാട്ടായിട്ട് മാറുന്നത്. അപ്പോൾ വാട്ട്സിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സോ പവർ ഇസ് ഈക്വൽ ടു അതിനെ കിലോ വാട്ടാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഞാനത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു 0 ക്യാൻസലായി പോകുന്നു. ബാക്കി എന്ത് വരും? 0.03 കിലോ വാട്ട്സ് ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഫൈനൽ ആൻസർ. മനസ്സിലായല്ലോ? കിലോ വാട്ട്സിലാണ് ആൻസർ ചെയ്യാൻ പറഞ്ഞത്. അത് അങ്ങനെ തന്നെ ആൻസർ ചെയ്ത് കൊടുക്കാം. ക്ലിയർ അല്ലേ? 3 മാർക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. സർട്ടൺ ഫോഴ്സ് ആക്ടിങ് ഓൺ എ 20 കിലോഗ്രാം മാസ് ചേഞ്ചസ് ഇറ്റ്സ് വെലോസിറ്റി ഫ്രം 5 m/s to 2 m/s. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അടുത്ത ചോദ്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ ഫോഴ്സിനെ കുറിച്ച് പറയുന്നില്ല, ഡിസ്പ്ലേസ്മെൻറ്റിനെ പറ്റി പറയുന്നില്ല, പകരം വെലോസിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു തിയറമുണ്ട്, എല്ലാവരും ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറത്തിൻ്റെ പ്രത്യേകത എന്താ? വർക്ക് എനർജി തിയറത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റിന് മേലെ ചെയ്യുന്ന വർക്ക് എന്തായിട്ട് മാറും? അതിൻ്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറും എന്നതാണ് ഈ ഒരു തിയറം. മനസ്സിലായോ? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു, അപ്പോൾ ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുക? ഈ ചോദ്യം ചെയ്യുന്നത് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി മറന്നു പോകരുത്. അപ്പോൾ ഏതൊരു ചോദ്യത്തിൽ വെലോസിറ്റീസ് തന്നിട്ടുണ്ട്, നിങ്ങളോട് വർക്കാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് യൂസ് ചെയ്യേണ്ടത്. എങ്ങനെ ഇനി ഇത് യൂസ് ചെയ്ത് നോക്കാം? സോ വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഫൈനൽ കൈനറ്റിക് എനർജിയിൽ നിന്ന് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. ഫൈനൽ കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കും? അത് ½ × m × v² ആണ്. v ആണല്ലോ ഫൈനൽ വെലോസിറ്റി. -½ × m × u² ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ ½ m കോൺസ്റ്റൻ്റ് ആണ്, അത് നമ്മളിതാ പുറത്തെടുക്കുന്നു. ബ്രാക്കറ്റിൽ v² മൈനസ് എന്തുണ്ടായിരിക്കും? u² എന്ന് ഉണ്ടായിരിക്കും. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് വാല്യൂ കൊടുത്താൽ നമ്മൾ ആൻസറിലേക്ക് എത്താൻ പോവാണ്. സോ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞാൽ എന്താ 5 മീറ്റർ/സെക്കൻഡ് ആദ്യം വെലോസിറ്റി ഉണ്ടായിരുന്നു, ഫൈനലി അത് 2 ആയിട്ട് മാറി. അപ്പോൾ നമ്മളിതാ ഇവിടെ എന്ത് കൊടുക്കും, ഹാഫ് ഇൻറ്റു മാസ് എത്ര, മാസ് 20 കിലോഗ്രാം 20 മൾട്ടിപ്ലൈഡ് ബൈ വി സ്ക്വയർ ഫൈനൽ വെലോസിറ്റിയുടെ സ്ക്വയർ എത്രയാണ് 2 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ 2ഉം 20ഉം കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 10 കിട്ടും. സോ 10 മൾട്ടിപ്ലൈഡ് ബൈ 4 മൈനസ് 25 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു മൈനസ് 21 അഥവാ മൈനസ് 210 ജൂൾസ് ആണ് ഇവിടുത്തെ വർക്ക് ഡൺ. മനസ്സിലായോ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വർക്ക് ഡൺ കിട്ടും. മൈനസ് 210 ജൂളാണ് ആൻസർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് ഇവിടെ മൈനസ് വന്നു എന്നുള്ളൊരു ചോദ്യം വരും. നിങ്ങൾ ഈ ഒബ്ജക്റ്റിന് എന്താ സംഭവിച്ചത് നോക്കിയേ. ആദ്യം 5 മീറ്റർ/സെക്കൻഡ് സ്പീഡ് ഉണ്ടായിരുന്ന ഒരാളുടെ സ്പീഡ് കുറഞ്ഞ് 2 മീറ്റർ/സെക്കൻഡ് ആയിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ, അല്ലേ? ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ വർക്കാണ് എന്തായിട്ട് കിട്ടിയിട്ടുള്ളത്, നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, 1 more ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ ചെയ്യാം. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. An object of mass 40 kg is raised to a height of 5 meter above the ground. What is its potential energy? ഇത് സിമ്പിളായിട്ട് ചെയ്യാലോ. പൊട്ടൻഷ്യൽ എനർജി ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു തന്നു, അത് mgh ആണ്. ഇവിടെ 40 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ h ഹൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, സപ്പോസ് g 10 ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് എത്രയാണ് 5 ആണ്. സോ ആൻസർ എന്താ വരാൻ പോകുന്നത്, ആൻസർ 2000 എന്ന് വരും അല്ലേ. ആൻസർ 2000 ജൂൾസ് ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. ശരിയല്ലേ, 2000 ജൂൾ. സെക്കൻഡ് പാർട്ട് വായിച്ചു നോക്കുക. ഇഫ് ദി ഒബ്ജക്റ്റ് ഈസ് അലൗഡ് ടു ഫോൾ ഫൈൻഡ് ഇറ്റ്സ് കൈനറ്റിക് എനർജി വെൻ ഇറ്റ് ഈസ് ഹാഫ് വേ ഡൗൺ. ഇതാണ് ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ബി പാർട്ട്. താഴേക്ക് വീഴുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റിൻ്റെ പകുതി ഹൈറ്റിൽ എത്തി നിൽക്കുമ്പോഴുള്ള കൈനറ്റിക് എനർജി എത്രയായിരിക്കും. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മളൊരു ഗ്രൗണ്ടിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. ഓക്കെ, h ഹൈറ്റിൽ നമ്മളിതാ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. h ഹൈറ്റിൽ ഇവിടുത്തെ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, mgh ആണ്. ഗ്രൗണ്ടിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. ഗ്രൗണ്ടിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ കൈനറ്റിക് എനർജിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അതിന് സ്പീഡ് 0 ആണ്, അതുകൊണ്ട് അവിടുത്തെ കൈനറ്റിക് എനർജി 0. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ഹാഫ് വേ ലൈനിലുള്ള കൈനറ്റിക് എനർജി എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. അപ്പോൾ h ഹാഫ് ആയാൽ പൊട്ടൻഷ്യൽ എനർജിയും ഹാഫ് ആകും. ശരിയല്ലേ? 5 മീറ്റർ h ഉള്ളത് നേരെ പകുതി 2.5 മീറ്റർ ആയാൽ പൊട്ടൻഷ്യൽ എനർജി ഹാഫ് ആകും. ബാക്കി പകുതി പൊട്ടൻഷ്യൽ എനർജി എവിടെ പോയി, ബാക്കി ഹാഫ് പൊട്ടൻഷ്യൽ എനർജിയാണ് എന്തായിട്ട് മാറിയത്, കൈനറ്റിക് എനർജി ആയിട്ട് മാറിയത്. അപ്പോൾ 2000 ജൂളാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്നുണ്ടെങ്കിൽ അതിലെ പകുതി എന്തായിട്ട് മാറി, കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ അറ്റ് ഹാഫ് വേ ഡൗൺ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ടോപ്പിലുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ പകുതി, അതായത് 1000 ജൂളാണ് ഇവിടുത്തെ കൈനറ്റിക് എനർജി. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയും എന്തായിരിക്കും, 1000 ആയിരിക്കും. സോ സം ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾ എന്തിൽ ശ്രദ്ധിക്കേണ്ടത്, വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ടത്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. ഇനി പല കുട്ടികൾക്കും കൺഫ്യൂസിംഗ് ആണ്, ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നത് സൗണ്ട് വേവ്സ്, വേവ് മോഷനും കറണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ്സിൽ കാണാം.